അതിതീവ്രമായ മഹാമാരി പടർന്നു പിടിച്ചപ്പോൾ ലോകത്ത് തന്നെ വൻ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാധാരണത്തിൽ നിന്നും വ്യത്യസ്തമായ കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും ഇപ്പോൾ സംഭവിക്കുന്നതും. തീർത്തും നല്ലൊരു അധ്യയന വർഷം ഉണ്ടാകേണ്ടിയിരുന്ന ഈ സമയത്ത് അധ്യാപകരും കുട്ടികളും ഉൾപ്പെടെ എല്ലാ പേരും വീടുകളിൽ തന്നെയാണ്. ഇപ്പോഴും ക്ലാസുകൾ വിദ്യാലയങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ പരീക്ഷാകാലമായിരുന്നേനെ കുട്ടികൾക്ക്. എന്നാൽ ഇത്തവണ ഓണം, ക്രിസ്മസ് പരീക്ഷകൾ ഉണ്ടാകില്ല. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം ഒട്ടും കുറയാത്ത പശ്ചാത്തലത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ തീരുമാനം. പരീക്ഷകൾ ഒഴിവാക്കുന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് അക്കാദമിക് കലണ്ടർ പുനഃക്രമീകരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് പരിഗണിച്ചു വരികയാണ്. ഇക്കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് ശുപാർശ നൽകാൻ SCERT ഡയറക്ടറെ ഇതിനോടകം തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും തന്നെ ഇതുവരെയും തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ല. ദിനംപ്രതിയുള്ള ഓൺലൈൻ ക്ലാസുകളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഉയർന്ന ക്ലാസുകളിൽ 2.5 മണിക്കൂറും ചെറിയ ക്ലാസുകളിൽ അരമണിക്കൂറുമാണ് ദിവസേന ക്ലാസ് നടക്കുന്നത്. ഓൺലൈൻ പഠനം കരിക്കുലം കമ്മിറ്റി വിലയിരുത്തുകയും ചെയ്തു. അതേസമയം അക്കാദമിക് വർഷം ദീർഘിപ്പിക്കുന്ന കാര്യവും വിദ്യാഭ്യാസ വകുപ്പ് പരിഗണിച്ചു വരികയാണ്. നിലവിൽ മാർച്ചിൽ അവസാനിക്കേണ്ട അക്കാദമിക് വർഷം ഏപ്രിൽ, മെയ് മാസങ്ങളിലേക്ക് ദീർഘിപ്പിക്കാനാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും ഡിസംബർ വരെ സ്കൂളുകൾ തുറക്കാൻ കഴിയില്ലെന്ന നിഗമനത്തിലാണ് സംസ്ഥാന സർക്കാർ. അഥവാ ക്ലാസുകൾ ആരംഭിച്ചാൽ തന്നെയും അവധി ദിവസങ്ങൾ പരമാവധി ഒഴിവാക്കിയാകും ക്ലാസുകൾ നടത്തുക. എന്നിരുന്നാലും പാഠഭാഗങ്ങൾ കുറച്ചു നൽകേണ്ടതില്ലെന്ന നിലപാടിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ. അതുകൊണ്ട് തന്നെ മെയ്യിൽ വാർഷിക പരീക്ഷ നടത്തിയാൽ മതിയെന്ന നിർദ്ദേശവും ഇതോടൊപ്പം ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ നടന്നു വരുന്ന ഓൺലൈൻ ക്ലാസുകളിൽ നിലവാരം പുലർത്തുന്നുണ്ടെങ്കിലും ചില ക്ലാസുകളെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായം ഉയർന്നു വരുന്നതിനാൽ റെക്കോർഡ് ചെയ്ത ക്ലാസുകൾ വിദഗ്ധർ വിലയിരുത്തിയ ശേഷമേ ഇനി മുതൽ സംപ്രേഷണം ചെയ്യുകയുള്ളൂവെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇനിയും കോവിഡ് വ്യാപനം രൂക്ഷമാവുകയാണെങ്കിൽ നമുക്കുണ്ടായ മറ്റു നഷ്ടങ്ങളെക്കാൾ വലുതായിരിക്കും ഈ കഴിഞ്ഞു പോകുന്ന അധ്യയന വർഷമെന്നതിൽ യാതൊരു സംശയവുമില്ല. അടുത്ത വർഷം തുടക്കത്തിലെങ്കിലും ഈ മഹാമാരി നമ്മെ വിട്ടൊഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വെബ് ഡെസ്ക് തത്വമയി. വർഷാവർഷമുള്ള പ്രളയ ദുരിതങ്ങൾ നമുക്ക് ആവശ്യമോ? എല്ലാ കാലത്തും നമ്മൾ ഈ ഭീതിയിൽ കഴിയാൻ വിധിക്കപ്പെട്ടവരാണോ? ഈ ദുരന്തങ്ങൾക്ക് ഒരു അറുതി വേണ്ടേ? കേരളം ഉറ്റുനോക്കുന്ന നെതർലാൻഡ് മോഡൽ നമ്മെ എന്ത് പഠിപ്പിക്കുന്നു? നിരീക്ഷിക്കാം, പഠിക്കാം, സുന്ദരമായ നമ്മളുടെ ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ ദിനചര്യകളിലേക്ക് ഈ ബെസ്റ്റ് പ്രാക്ടീസുകൾ നമുക്ക് ആവേശിപ്പിക്കാം, ആശ്വസിക്കാം. Yes, Netherlands model is the solution to flood. അതെ, നെതർലാൻഡ്സ് മാതൃകയാണ് പ്രളയത്തിന് പരിഹാരം. Ja, Nederland biedt de oplossing tegen overstromingen. അതെ, നെതർലാൻഡ്സ് മാതൃകയാണ് പ്രളയത്തിന് പരിഹാരം. സ്റ്റേ ട്യൂൺ. നെതർലാൻഡ് മോഡലിന്റെ വിശേഷങ്ങളുമായി നിങ്ങളുടെ സ്വന്തം തത്വമയി TV വരുന്നു പോളണ്ടിൽ നിന്ന്.